KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്ത്. ഹൈക്കമാൻഡ് നേതൃത്വത്തെ അദ്ദേഹം തന്റെ ആവശ്യം അറിയിച്ചു. പാർട്ടിയിലെ ജാതി സമവാക്യങ്ങൾ മാത്രം നോക്കി അധ്യക്ഷനെ തീരുമാനിക്കുന്ന നിലവിലെ പ്രവണത അവസാനിപ്പിക്കണമെന്ന് ഉണ്ണിത്താൻ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടു. അർഹതയും യോഗ്യതയും പാർട്ടിയിലെ പ്രവർത്തന പരിചയവും മാത്രമായിരിക്കണം അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡമാക്കേണ്ടത്. 1978 മുതലുള്ള തന്റെ പ്രവർത്തന പാരമ്പര്യം ഹൈക്കമാൻഡ് പരിഗണിക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ആവശ്യപ്പെട്ടു. സംഘടനാ തലപ്പത്തേക്ക് ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ ജാതി സമുദായ സമവാക്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് പാർട്ടിയുടെ വളർച്ചയെ ബാധിക്കുമെന്നാണ് ഉണ്ണിത്താന്റെ നിലപാട്. ഗ്രൂപ്പ് താൽപര്യങ്ങൾക്കും സമുദായ സമവാക്യങ്ങൾക്കുമപ്പുറം പ്രവർത്തിക്കുന്ന നേതാക്കളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഹൈക്കമാൻഡ് തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. നിയോഗിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല. KPCC ഭാരവാഹികളെ പ്രത്യേകിച്ച് പ്രസിഡന്റിനെ തീരുമാനിക്കുമ്പോൾ ജാതി സമവാക്യത്തെക്കാൾ കൂടുതൽ നമ്മുടെ രാഷ്ട്രീയ പൈതൃകത്തിന്, നമ്മുടെ പാരമ്പര്യത്തിന്, നമ്മുടെ അനുഭവ സമ്പത്തിന്, കഴിവിനെല്ലാം പ്രാമുഖ്യം കൊടുക്കണം. യോഗ്യത മാനദണ്ഡമാക്കണം. ഏത് ജാതിയിൽപ്പെട്ടവരെ വെച്ചാലും അവരിതിന് യോഗ്യരാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ മാനദണ്ഡം. അപ്പം ഞാനിന്ന് രാവിലെ ശ്രീ മല്ലികാർജുന ഖാർഗെയ്ക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കും ശ്രീ KC വേണുഗോപാലിന് ഒരു ഇമെയിൽ അയച്ചു. അത് ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും അയക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1978 തൊട്ട് കേരള രാഷ്ട്രീയത്തിലൊരു സജീവ സാന്നിധ്യമാണ് ഞാൻ. കേരള വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയത്തിൽ വന്ന യൂത്ത് കോൺഗ്രസിൽ നിരവധി വർഷക്കാലം പ്രവർത്തിച്ച് സേവാദൾ ചെയർമാനായി, അഖിലേന്ത്യാ സെക്രട്ടറിയായി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിച്ച് ജയിച്ച KPC മെമ്പറായി, AICC മെമ്പറായി, KPC ജനറൽ സെക്രട്ടറിയായി, കോൺഗ്രസ് വക്താവായി. എനിക്ക് ഈ അടുത്ത കാലത്താണ് രാഷ്ട്രീയ കാര്യസമിതിയിൽ ഒരു അംഗമാക്കി തന്നത്. അല്ലാതെ എനിക്കൊരു അക്കോമഡേഷൻ തന്നിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പറയപ്പെടുന്ന ഈ KPCയുടെ പ്രസിഡന്റ് ആകാൻ ശ്രമിക്കുന്ന ആളുകളുടെ കുറേ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലേറ്റവും സീനിയോറിറ്റി ഉള്ള ഒരാൾ, മനസ്സിലായല്ലോ, ഞാനാണ്. അതുകൊണ്ട് എനിക്കും ഒരു അവസരം തരണമെന്നാണ് ഞാനിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പം കേരളത്തിൽ KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ 14 ജില്ലകളിലും 140 അസംബ്ലി മണ്ഡലങ്ങളിലെയും കോൺഗ്രസ്സുകാരെ നേരിട്ടറിയാവുന്ന ഒരാളായിരിക്കണം. ഇതല്ലാതെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പ്രവർത്തിച്ച പാരമ്പര്യം വെച്ചിട്ട് വരുന്ന ഇതല്ല. പിന്നെ ഒരാൾക്കൊരു പദവി ഞാൻ അംഗീകരിക്കുന്നു. മൺസൂൺ ഓഫർ മഹാമേളയുമായി സ്റ്റാർ ഹോം അപ്ലയൻസസ് ജൂൺ 15 മുതൽ ജൂലൈ 15 വരെ മാത്രം. പഴയതിനോട് വിട പറയാം. സോഫ എക്സ്ചേഞ്ച് മേളയിലൂടെ പുതിയ സോഫ സ്വന്തമാക്കാം. നിങ്ങളുടെ അളവിനും അനുസരിച്ച് ഫർണിച്ചറുകൾ നിർമ്മിച്ചു നൽകുന്നു. ബെഡ്റൂം സെറ്റുകൾ വെറും 24,000 രൂപ മുതൽ. കൂടാതെ എല്ലാ ഫർണിച്ചറുകൾക്കും വൻപൻ വിലക്കുറവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ സ്റ്റാർ ഹോം അപ്ലയൻസസ്. സ്വപ്ന ഭവനങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഉറപ്പ്.